Hello dear students, welcome to fourth lecture of decision theory. In this fourth lecture, we are going to discuss the decision tree analysis. How to take the decision through the tree. This is known as the decision tree analysis. Okay, let us discuss the term is a decision tree and how to solve the problems through the decision tree. Okay, what is a decision tree? The decision tree is like a decision support tool that use a tree like a graph, a model for their possible consequences and including chance and outcomes, resources and cost. The decision tree means ഒരു ട്രീ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് ഒരു ട്രീയുടെ രൂപത്തിൽ നമ്മൾ ഡിസിഷൻസ് എടുക്കുന്ന ഒരു കൺസെപ്റ്റിനെ പറയുന്ന പേരാണ് ഇസ് എ ഡിസിഷൻ ട്രീ. ഇറ്റ്സ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടൂൾ യൂസ്ഡ് ഫോർ ദ ഡിസിഷൻ മേക്കിംഗ്. ട്രീ വൈസ് ഡിസിഷൻ ട്രീ വൈസ് നമുക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കും. That means we are using algorithm. Algorithങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് we are using the algorithm and taking the decision. And every step we are constructing a certain graph, that means tree, and specify the probability. Probability specify ചെയ്തുകൊണ്ട് ഗ്രാഫ് വരച്ചുകൊണ്ട് നമുക്ക് ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പം അതിനെ പറയുന്ന പേരാണ് the decision tree analysis. So the decision tree is the decision support system that using the tree for the decision making purpose. That means including the chances, outcomes, resources, cost and utility, all are considering for the taking of decision. Is a schematic tree shaped diagram used to determine the course of action and show the statistical probability. What is the decision making? The decision making means take the right decision at the right time from the different alternative. ഒരുപാട് alternatives ഉണ്ടായിരിക്കും. ആ ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ എക്സാക്ട് കറക്റ്റ് ഡിസിഷൻ എടുക്കുന്ന പ്രോസസ്സ് അതിനെ പറയുന്ന പേരാണ് ഡിസിഷൻ ട്രീ അനാലിസിസ്. അപ്പോൾ ആ സെയിം ഡിസിഷൻ ട്രീ അനാലിസിസ് എന്ന കൺസെപ്റ്റ് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നാണ് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കാണിക്കാനായിട്ട് പോണത്. ഓക്കെ, സോ ഇറ്റ് ഇസ് എ schematic tree shaped diagram used to determine the course of action, show the statistical probability, is known as the decision tree. And we are discussing the what are the important notes. മൂന്ന് നോട്ട്സ് ആണ് ഡിസിഷൻ ട്രീ വരയ്ക്കണത്. ശ്രദ്ധിക്കുക, ഒരു ദിസ് ഡയഗ്രാം, ദിസ് ഡിസിഷൻ ട്രീ ഡയഗ്രാം. ഈ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൂന്ന് നോഡുകൾ ഉണ്ടെന്ന് പറയാം. മൂന്ന് നോഡുകളാണ് ശ്രദ്ധിക്കുക. ഒന്ന് ഡിസിഷൻ നോഡ് ഉണ്ട്, സെക്കൻഡ് വൺ ചാൻസ് നോഡ് ഉണ്ട്, ആൻഡ് തേർഡ് വൺ ഇസ് എൻഡ് നോഡ് ഉണ്ട്. ഡിസിഷൻ നോഡ് എന്ന് പറഞ്ഞാൽ സ്ക്വയേഴ്സ് ആയിരിക്കും. ഡിസിഷൻ നോഡ്സ് എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയർ എന്ന് പറയുന്ന പേരാണ് ഡിസിഷൻ നോഡ്സ്. ഇത് ഡിസിഷൻ നോഡുകളാണ്. ദെൻ ചാൻസ് നോഡുകളുണ്ട്. ചാൻസ് നോഡുകൾ നമ്മൾ സർക്കിളായിട്ട് റെപ്രസെന്റ് ചെയ്യും. ചാൻസ് നോഡുകൾ നമ്മൾ സർക്കിളിലാണ് റെപ്രസെന്റ് ചെയ്യുക. ദെൻ എൻഡ് നോഡ്, അത് അവസാനിക്കുമ്പോൾ എല്ലാ ഓൾട്ടർനേറ്റീവ്സ് അവസാനിക്കുമ്പോൾ എൻഡ് ഒരു ട്രയാങ്കിൾ ഫോമാറ്റിലായിരിക്കും. നോക്കിയാൽ ഒരു ട്രയാങ്കിൾ ഫോമാറ്റ് കാണാൻ സാധിക്കും. അത് എൻഡ് നോഡുകളായിരിക്കും. എൻഡ് അവസാനങ്ങൾ ഒരു ട്രയാങ്കിളിന്റെ രൂപത്തിലായിരിക്കും. ഈ മൂന്ന് നോഡ്സ് ആണ് നമുക്ക് സാധാരണഗതിയിൽ ഡിസിഷൻ ട്രീ കോൺസെപ്റ്റ് കാണാൻ സാധിക്കുക. 3 nodes. One is a decision nodes is representing the square. Decision nodes squares ആയിട്ട് represent ചെയ്യും. And second one is chance node, അത് represent ചെയ്യുക സർക്കിൾ ആയിട്ടാണ് represent ചെയ്യുക. മൂന്നാമത്തെ നോഡാണ് എൻഡ് നോഡ്, ദാറ്റ് ഇസ് റെപ്രസെന്റിങ് ദ ട്രയാങ്കിൾസ്. ഈ മൂന്ന് നോഡ്സിന്റെ ഒരു കോമ്പിനേഷൻസ് ആണ് ഡിസിഷൻ ട്രീ അനാലിസിസ് കാണാനായിട്ട് നമുക്ക് സാധിക്കുക. ഓക്കെ, ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഡിസിഷൻ ട്രീ. There is a square. The square is a decision node. This is square. ഇതൊരു ഡിസിഷൻ നോഡ്. എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത്? അപ്പോൾ നമുക്കറിയാം ചാൻസുകൾ ഉണ്ടായിരിക്കും. 2 ചാൻസുകൾ ഉണ്ടെങ്കിൽ 2 ചാൻസ്. സർക്കിളുകൾ റെപ്രസെന്റ് സർക്കിളുകൾ ഉണ്ടായിരിക്കും. ഈ സർക്കിളുകൾ നമ്മുടെ ചാൻസുകളാണ്. ഓക്കെ, സോ ഓൾ സർക്കിൾസ് ആർ ചാൻസ്. എൻഡ് നോഡ്, ഇനി ആ ഡിസിഷൻ നമുക്ക് എൻഡ് ചെയ്യുമ്പോൾ ട്രയാങ്കിൾ രൂപത്തിലാണ് എൻഡ് ചെയ്യുക. അപ്പോൾ ഈ ട്രയാങ്കിൾ രൂപത്തിലേക്ക് പോകുന്നത് കാണാൻ സാധിക്കും. അതെൻ്റെ എൻഡ് നോഡ്സ് ആണ്. ഈ എലമെന്റുകളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കാം. ദെൻ സ്ക്വയറിനെ എപ്പോഴും നമ്മൾ ഡിസിഷൻ എന്ന് പറയും. ദിസ് ഇസ് എ ഡിസിഷൻ നോഡ്. ദ ഡിസിഷൻ നോഡ്സ് ആർ സ്ക്വയേഴ്സ്. ആൻഡ് സർക്കിൾ ഈസ് എ ഇവന്റ്. സർക്കിൾ ഈസ് ഓൾവേസ് ചാൻസ് നോഡ് എന്നാണ് പറയുക. ഈ മൂന്ന് നോഡ്സ് ആണ് ഡിസിഷൻ ട്രീയിലെ ഏറ്റവും ഇമ്പോർട്ടൻസ്. വൺ ഈസ് ഡിസിഷൻ നോഡ്സ്, അനദർ വൺ ഈസ് ചാൻസ് നോഡ്, ആൻഡ് തേർഡ് വൺ ഈസ് എൻഡ് നോഡ്. ഈ മൂന്ന് നോഡുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ട്. ഇപ്പം ഇങ്ങനെയാണ് ഒരു ഡിസിഷൻ ട്രീ കൺസ്ട്രക്ട് ചെയ്യാം. അവിടെ ഡിസിഷൻസ് ഉണ്ടായിരിക്കും, അതുമായി കറസ്പോണ്ട് ചെയ്യുന്ന ഓൾട്ടർനേറ്റീവ്സുകൾ ഉണ്ടായിരിക്കാം. ദെൻ അത് എൻഡ് ചെയ്യുന്ന അതിൻ്റെ ട്രയാങ്കിൾസ് ഉണ്ടായിരിക്കാം. ഈ 3 എലമെന്റ്സ് നമുക്ക് ഡിസിഷൻ ട്രീ അനാലിസിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ലെറ്റ് ഡിസ്കസ് എ കൺസെപ്റ്റ് വിത്ത് എൻ എക്സാമ്പിൾ.
ഒരു എക്സാമ്പിളോടെ ഈ കൺസെപ്റ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയാൻ പോവാണ്. There is 40% of chance that patient admit to the hospital is suffering from cancer. ഒരു ഹോസ്പിറ്റലിൽ പേഷ്യൻസ് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസ് 40% ആൾക്കാർക്കും എന്തൊരു ക്യാൻസർ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 40%. അപ്പോൾ അതിൻ്റെ അർത്ഥം 60% ക്യാൻസർ ഉണ്ടാവില്ല. There is a 40% chance that the patients admit in hospital suffering from cancer. A doctor has decided whether a serious operation should be performed or not. ഇപ്പോൾ ഡോക്ടർക്ക് ഭയങ്കര സംശയം, ഇവർക്ക് ക്യാൻസർ ഒക്കെ ഉണ്ട്, പിന്നെ ഒരു സീരിയസ് ഒരു ഓപ്പറേഷൻ നടത്തണോ നടത്തണ്ടേ? കാരണം ഒരു കോമൺ ഓപ്പറേഷന് വേണ്ടി വന്നിട്ടുള്ളവരായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഇനി ഒരു പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണോ വേണ്ടയോ? കാരണം ഇവർക്ക് ക്യാൻസർ ഉള്ളതുകൊണ്ട് ഇനി ഓപ്പറേഷൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരിക്കും. ഡോക്ടർ ഹാസ് ടു ഡിസൈഡ് വെദർ എ സീരിയസ് ഓപ്പറേഷൻ ഷുഡ് ബി പെർഫോംഡ് ഓർ നോട്ട്. പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യണോ അത് വേണോ വേണ്ടോ ഒരു ഡിസിഷനിലേക്ക് ആൾക്കൊരു സംശയം വരണം. ദ പേഷ്യന്റ് സഫറിംഗ് ഫ്രം ക്യാൻസർ, if the patient suffering from cancer and serious operation is performed, അതായത് ക്യാൻസർ ബാധിച്ച പേഷ്യൻസ് അവരിൽ സീരിയസ് ആയിട്ടൊരു ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ദ ചാൻസ് വിൽ ബി റിക്കവർ. 70% ചാൻസ് റിക്കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ 30% റിക്കവർ ചെയ്യാനുള്ള ചാൻസ് ഇല്ല. അതർവൈസ് ഇനി നിങ്ങൾ ഓപ്പറേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ, ഓപ്പറേഷൻ ചെയ്യുന്നില്ല, ഇത് സീരിയസ് ഓപ്പറേഷൻ പെർഫോം ചെയ്തില്ലെങ്കിൽ അവർ റിക്കവർ ചെയ്യാനുള്ള ചാൻസ് 35% ആണ്. അതിൻ്റെ അർത്ഥം ഓപ്പറേഷൻ ചെയ്ത 70% ആൾക്കാർ റിക്കവർ ആവും, ഓപ്പറേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ 35% ആൾക്കാർ റിക്കവർ ആവും. ഓക്കെ, സോ ദർ ഇസ് എ കണ്ടീഷൻ ഇഫ് ദ പേഷ്യന്റ് സഫറിംഗ് ഫ്രം ക്യാൻസറിന്റെ കേസാണ് പറഞ്ഞത്. അപ്പോൾ ക്യാൻസർ ഉള്ള ആൾക്കാരിൽ നിങ്ങൾ ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ 70% ആൾക്കാരും അവർ അതിജീവിക്കും, മീൻസ് റിക്കവർഡ് ആവും. ദെൻ അതർവൈസ് 35%. അതായത് ഇനി ക്യാൻസർ ഓപ്പറേഷൻ നിങ്ങൾ പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ 35% ആണ്. അപ്പോൾ ക്യാൻസർ ആൾക്കാർ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാണ്ടിരിക്കുക. ഓപ്പറേഷൻ ചെയ്യുന്ന ഇഫ് ദ പേഷ്യന്റ് സഫറിംഗ് ഫ്രം ക്യാൻസർ ആൻഡ് സീരിയസ് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ദ ചാൻസ് ഇസ് 70%. ഇനി ഓപ്പറേഷൻ ചെയ്യുന്നില്ലെങ്കിൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യൽ 35% ആണ്. ഇതാണ് സ്പെസിഫൈ ചെയ്യുന്ന കണ്ടീഷൻ. ഓൺ അതർ ഹാൻഡ് ദ പേഷ്യന്റ് നോട്ട് സഫറിംഗ് ഫ്രം ക്യാൻസർ, ഇനി ക്യാൻസർ ഇല്ലാത്ത ആൾക്കാർ ആൻഡ് സീരിയസ് ഓപ്പറേഷൻ പെർഫോം ദ ചാൻസ് വിൽ ബി റിക്കവർ 20%. 20% ഉള്ളൂ. ഇനി രണ്ടാമത്തെ കാറ്റഗറി ക്യാൻസർ ഇല്ലാത്തവരുണ്ട്, അവരിൽ ഓപ്പറേഷൻ പെർഫോം ചെയ്ത 20% റിക്കവറുള്ള ചാൻസ് ആണ്. അതർവൈസ് ഇനി ഓപ്പറേഷൻ പെർഫോം ചെയ്തില്ലെങ്കിൽ 100% ആൾക്കാർ റിക്കവർഡ് ആവും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് കണ്ടീഷൻ. അസ്യൂം ദാറ്റ് ദ റിക്കവറി ആൻഡ് ഡെത്ത് ആർ ഓൺലി പോസിബിൾ റിസൾട്ട്. കാരണം അത് സംഭവിക്കാണ്ടിരിക്കുക ഒക്കെ പ്രോബബിലിറ്റി ആണ്. കൺസ്ട്രക്ട് ആൻ അപ്രോപ്രിയേറ്റ് ഡിസിഷൻ ട്രീ. വാട്ട് ഡിസിഷൻ ഷുഡ് ഡോക്ടർ ടേക്കൺ? ഇവരുടെ എന്ത് ഡിസിഷനായിരിക്കും ഡോക്ടർ എടുക്കേണ്ടത്? ഇങ്ങനൊരു കണ്ടീഷൻസ് ഒക്കെയാണ് പറയുന്നത് എങ്കിൽ എന്ത് ഡിസിഷൻ ഒരു ഡോക്ടർ എടുക്കേണ്ടതായിട്ട് വരാം. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നമുക്ക് ഈ കണ്ടീഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്തുകൊണ്ടിരാം എന്തൊക്കെയാണെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കറിയാം എന്താണ്, പേഷ്യൻസ് ദർ ഇസ് എ 40% പേഷ്യൻസ് അഡ്മിറ്റ് ഹോസ്പിറ്റൽ സഫറിംഗ് ഫ്രം ക്യാൻസർ. ഓക്കെ, ദ ചാൻസ് ഓഫ് സഫറിംഗ് ഫ്രം ക്യാൻസർ 40% ആൾക്കാർ ക്യാൻസർ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്, ക്യാൻസർ ഇല്ലാത്തൊരു 60% ആൾക്കാർ ക്യാൻസർ ഇല്ലാത്തവരായിരിക്കും. ഓക്കെ, ഇനി നമുക്കറിയാം ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറയുന്നത് ഈ രണ്ട് കാറ്റഗറി ആൾക്കാരും ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പേഷ്യൻസ് സഫറിംഗ് ഫ്രം ക്യാൻസറിന്റെ കേസ് നോക്കാം. പേഷ്യൻസ് സഫറിംഗ് ഫ്രം ക്യാൻസർ അവരുടെ സിറ്റുവേഷൻ നമുക്ക് ആദ്യം ഒന്ന് മെഷർ ചെയ്ത് നോക്കാം എങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ 40% ആൾക്കാർക്ക് എന്തുണ്ട്, ക്യാൻസർ സഫർ ചെയ്യുന്നവരാണ്. ക്യാൻസർ, അപ്പോൾ ഇവരുടെ കാര്യം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യണം. 40% ആൾക്കാരാണ്. അപ്പോൾ ക്യാൻസർ ഉള്ളവരുടെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. Okay, a doctor decide whether serious operation performed. If the patient suffering from cancer and serious operation perform ചെയ്തിരിക്കും, അതായത് സീരിയസ് ഓപ്പറേഷൻ പെർഫോം 70% ആൾക്കാരും റിക്കവർ ആവുന്ന പറയുന്നത്. അപ്പോൾ പേഷ്യന്റ് സഫറിംഗ് ഫ്രം ക്യാൻസർ ദ പേഷ്യന്റ് വിൽ റിക്കവർ ആഫ്റ്റർ ദ സീരിയസ് ഓപ്പറേഷൻ 70% ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 70% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ക്യാൻസറിന്റെ കേസാണ് പറഞ്ഞത്. ദ പേഷ്യന്റ് വിൽ നോട്ട് റിക്കവർ ആഫ്റ്റർ ദ ഓപ്പറേഷൻ. എൻ്റെ അർത്ഥം എന്താ, റിക്കവർ ആവാണ്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പേഷ്യന്റ് വിൽ നോട്ട് റിക്കവർ, എൻ്റെ അർത്ഥം 30 ബാക്കിയുള്ളവർ റിക്കവർഡ് ആവില്ല. 70% ആൾക്കാർ റിക്കവർ ആവുമെങ്കിൽ 30% ആൾക്കാർ നമുക്ക് എന്താണ് റിക്കവർ ആവാനുള്ള ചാൻസ് ഇല്ല. ഇനി അതിന്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാം. പ്രോബിലിറ്റി ദാറ്റ് പേഷ്യന്റ് വിൽ റിക്കവർ ആഫ്റ്റർ സീരിയസ് ഓപ്പറേഷൻ. അപ്പോൾ എത്രയാണ്, 40 ആൾക്കാരാണെങ്കിൽ 100 ആൾക്കാർ 40 ആൾക്കാരെന്ന് വിരിക്കുക. 40 ഇൻറ്റു 70% ആൾക്കാർ 70/100. ദ പ്രോബിലിറ്റി ആണ് ഫസ്റ്റ് സഫറിംഗ് ഫ്രം ക്യാൻസർ ആൻഡ് പേഷ്യന്റ് വിൽ റിക്കവർ ആഫ്റ്റർ സീരിയസ് ഓപ്പറേഷൻ വിൽ ആഫ്റ്റർ 40 ഇൻറ്റു 70/100 0.28. ആ പ്രോബിലിറ്റി ആണ് കണ്ടുപിടിക്കണം. അതായത് 70% ആൾക്കാരും റിക്കവർഡ് ആവുമെന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് പേഷ്യന്റ് റിക്കവർ ആഫ്റ്റർ സീരിയസ്. അപ്പോൾ 70%. അപ്പോൾ 40 പേര്
ആണെന്ന് അസ്യൂം ചെയ്താൽ 40 × 70 അപ്പോൾ 0.28. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തത് ദ പ്രോബിലിറ്റി ദാറ്റ് ദ പേഷ്യൻ വിൽ നോട്ട് റിക്കവർ. നമുക്കറിയാം വിൽ നോട്ട് റിക്കവർ, കാരണം ഓപ്പറേഷന് ശേഷം റിക്കവർ 30% ആണ്. അപ്പോൾ 40 × 40 പേര് 30% ആൾക്കാർ, 40 × 30/100 0.12. 0.12 എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി വിൽ നോട്ട് റിക്കവർ, അവരൊരിക്കലും റിക്കവർഡ് ആവില്ല. ഓപ്പറേഷന് ശേഷം റിക്കവർ ആവാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. അപ്പോൾ അത് കണ്ടുപിടിച്ചു. ഇനി ഇവിടെ പറയുന്നുണ്ട് ദ ചാൻസസ് ദ വിൽ റിക്കവർ 70 പറഞ്ഞു, അതർവൈസ് 35. ഇനി ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ 35% ആൾക്കാരും റിക്കവർഡ് ആവുന്ന പറയുന്നത്. പ്രോബിലിറ്റി ദ പേഷ്യൻ വിൽ റിക്കവർ വിത്തൗട്ട് സീരിയസ് ഓപ്പറേഷൻ. സീരിയസ് ഓപ്പറേഷൻ ഇല്ലെങ്കിൽ റിക്കവർഡ് ആവുന്ന ആൾക്കാർ നമുക്ക് പറയുന്നത് അതർവൈസ് ഇറ്റ് ഈസ് 35%. അപ്പോൾ 40 ആൾക്കാരാണ് ഇരിക്കുക, 40 × 35% 0.14. ദ പ്രോബിലിറ്റി ദ പേഷ്യൻ വിൽ റിക്കവർ വിത്തൗട്ട് സീരിയസ് ഓപ്പറേഷൻ. ഓപ്പറേഷൻ നടക്കാണ്ട് റിക്കവർഡ് ആവുന്ന ആൾക്കാരാണ് എത്ര പെർസെൻറ്റേജ് വരും? 0.14. ദെൻ പ്രോബിലിറ്റി ദാറ്റ് പേഷ്യൻ വിൽ നോട്ട് റിക്കവർ വിത്തൗട്ട് സീരിയസ് ഓപ്പറേഷൻ. അപ്പോൾ നമുക്കറിയാം 35 ആണെങ്കിൽ ബാക്കി 65%. 40 × 65 0.26. ഇതാണ് നമ്മൾ ആദ്യം ക്യാൻസർ ഉള്ളവരുടെ കേസ് ഐഡന്റിഫൈ ചെയ്ത്. നമുക്കറിയാം ക്യാൻസർ ഉള്ള 100 ആളുണ്ടെങ്കിൽ 40 ആൾക്ക് ക്യാൻസർ ഉണ്ട്, 60 പേർക്ക് ക്യാൻസർ ഇല്ല. അപ്പോൾ ക്യാൻസർ ഉള്ളവരുടെ സിറ്റുവേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ അവർ പറയുന്നുണ്ട് പേഷ്യൻസ് വിൽ റിക്കവർ, 70% ആൾക്ക് റിക്കവർഡ് ആവും സീരിയസ് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ സഫറിങ് ക്യാൻസറിന്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ 70% ആൾക്കാർ, അപ്പോൾ 40, അതിന്റെ അർത്ഥം 30% ആൾക്കാർ റിക്കവർഡ് ആവില്ല. ഈ പ്രോബിലിറ്റി കണ്ടുപിടിക്കുന്ന 40 × 70/100 0.28. ഇനി 40 × 30/100 0.12. ഇനി നിങ്ങൾ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ ഇവിടെ വിൽ റിക്കവർ വിത്തൗട്ട് സീരിയസ് ഓപ്പറേഷൻ. ഇവിടെ ഓപ്പറേഷൻ ചെയ്യുന്ന സീരിയസ് ഓപ്പറേഷൻ്റെ കേസ് വിത്തൗട്ട് ഓപ്പറേഷൻ ആണെങ്കിൽ അവർ പറയുന്നുണ്ട് അതർവൈസ് 35% ആണ്. അപ്പോൾ 40 × 35. ഓക്കെ, വിൽ റിക്കവർ, വിൽ നോട്ട് റിക്കവർ അപ്പോൾ എത്ര പേരൊക്കെ വിൽ നോട്ട് റിക്കവർ? 40 × 65% ആയിരിക്കും, 0.26. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ക്യാൻസർ ഉള്ളവരുടെ സിറ്റുവേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ക്യാൻസർ ഇല്ലാത്തവരുടെ സിറ്റുവേഷൻസ്. പേഷ്യൻറ്റ് നോട്ട് സഫറിങ് ക്യാൻസർ. ഓക്കെ, പേഷ്യൻറ്റ് നോട്ട് സഫറിങ് ക്യാൻസർ പറഞ്ഞാൽ നമുക്കറിയാം 60% ആൾക്കാരാണ് ക്യാൻസർ ഇല്ലാത്തവരായിരിക്കും, നോട്ട് സഫറിങ് ക്യാൻസർ. ഓക്കെ, ദ പ്രോബിലിറ്റി ദ പേഷ്യൻറ്റ് വിൽ റിക്കവർ വിത്ത് സീരിയസ് ഓപ്പറേഷൻ 60. അപ്പോൾ അത് കണ്ടീഷൻ നമുക്ക് നോക്കി നോക്കാം. ഓൺ അതർ ഹാൻഡ് ദ പേഷ്യൻസ് നോട്ട് സഫറിങ് ഫ്രം ദ ക്യാൻസർ, ദ സീരിയസ് ഓപ്പറേഷൻ പെർഫോം, ദ ചാൻസ് ഹിൽ റിക്കവർ 20%. 20% റിക്കവർ ആവുള്ളൂ ആ സിറ്റുവേഷൻ. നോട്ട് സഫറിങ് ക്യാൻസർ അപ്പോൾ 60-ന്റെ 20% 0.12. അപ്പോൾ ബാക്കി 80% എന്താണ്? വിൽ നോട്ട് റിക്കവർ. 80% ആൾക്ക് വിൽ നോട്ട് റിക്കവർഡ് ആയിരിക്കും. അപ്പോൾ 60-യുടെ 80% 0.48 അവരൊരിക്കലും റിക്കവർഡ് ആവില്ല. അല്ല, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. 20% ആൾക്കാർ റിക്കവർ, അപ്പോൾ 80% റിക്കവർഡ് ആവില്ല. ഇൻ കേസ് ഇനി ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ 100% ആൾക്കാർ റിക്കവർഡ് ആവും. അപ്പോൾ അതിൽ പറയുന്നുണ്ട് അല്ലേ, ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ അതർവൈസ് 100%. നിങ്ങൾ ഓപ്പറേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ, ഓപ്പറേഷൻ ചെയ്ത് 100% ആൾക്കാർ റിക്കവർഡ് ആവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തെന്താണ്? The probability that patients will recover without operation 60 × 100. 100% ആൾക്കാർ റിക്കവർ 0.6 അല്ല, ഓട്ടോമാറ്റിക്കലി ആ 0.6 ആണ് പ്രോബിലിറ്റി വരിക അല്ലേ. ആ ഒരു കൺസെപ്റ്റ് പ്രോബിലിറ്റി എപ്പോഴും എക്സ്പ്രസ് ചെയ്യുക പെർസെൻറ്റേജിലാണ്. പ്രോബിലിറ്റി എപ്പോഴും 1-ലാണ് സ്പെസിഫൈ ചെയ്തത്, 0.6 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ദാറ്റ് മീൻസ് 0.6 ആണ് ആ കൺസെപ്റ്റിൽ വരുന്നത്. 60% ആൾക്കാർ പറഞ്ഞാൽ 0.6% ആൾക്കാർ അവിടെ റിക്കവർഡ് ആയിരിക്കും ഓട്ടോമാറ്റിക്കലി. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് അവിടെ സ്പെസിഫൈ ചെയ്ത് പറയണത്. അതിൻ്റെ അർത്ഥം ഈ പ്രോബിലിറ്റി വിൽ നോട്ട് റിക്കവർ വിത്തൗട്ട് ഓപ്പറേഷൻ ഇല്ല. കാരണം 100% ആൾക്കാരോട് റിക്കവർഡ് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് ഓപ്പറേഷൻ പിന്നെ അർത്ഥം ഇവിടെ 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ 0 ആയിരിക്കും. കാരണം ഇവിടെ ഓൾറെഡി 60% ആൾക്കാർ 100%ഉം ഇവിടെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വിത്തൗട്ട് ഓപ്പറേഷൻ റിക്കവർ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം മറ്റ് വിൽ നോട്ട് റിക്കവർ എന്ന കൺസെപ്റ്റ് ഉണ്ടായിരിക്കില്ല, അത് 0 ആയിരിക്കും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഒരു കാര്യം നമ്മളത് കൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുവരണം. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ക്യാൻസർ ഉള്ളവർ 40%, ക്യാൻസർ ഇല്ലാത്തവർ 60% ആണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആ ഒരു കൺസ്ട്രക്ഷനിലേക്കാണ് ഇത് കൊണ്ടുവരുന്നത്. കാരണം ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്ന പോയിന്റ് ഇൻ പെർസെൻറ്റേജിലാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നമ്മൾ ആദ്യം 40% ആൾക്കാരുണ്ട്, 60% ആൾക്കാർ ക്യാൻസർ ഇല്ല. അപ്പം ക്യാൻസർ ഉള്ളവരുടെ കാര്യം ഡീൽ ചെയ്തു. അതിൽ 70% ആൾക്കാർ റിക്കവർ ആണെന്ന് പറഞ്ഞു ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ 40 × 70 0.28 എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ് ആണ് 0.28. എൻ്റെ അർത്ഥം ബാക്കി 30% ആൾക്കാരും വിൽ നോട്ട് റിക്കവർ ആണ്. അപ്പോൾ 0.12 വന്നു. ഈ പ്രോബിലിറ്റി വിൽ റിക്കവർ വിത്ത് ഓപ്പറേഷൻ ഇല്ലാണ്ട് റിക്കവർഡ് ആവുന്ന ആൾക്കാർ 35% ആണ്. അപ്പോൾ 0.14 വന്നു. ഇനി അതിൻ്റെ അർത്ഥം വിൽ നോട്ട് റിക്കവർ 65% ആയിരിക്കും, 0.26 ആയിരിക്കും അതിൻ്റെ വന്നിട്ടുണ്ടായിരിക്കുക. ഓക്കെ,
ഇനി ക്യാൻസർ ഉള്ള ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്തു. ക്യാൻസർ ഉള്ള സിറ്റുവേഷനിൽ പറയുന്നത് 20% ആൾക്ക് റിക്കവർഡ് ആവുമെന്ന് പറഞ്ഞു സർജറി ഉണ്ടെങ്കിൽ. അപ്പോൾ 20%, അപ്പോൾ 80% ആൾക്ക് റിക്കവർഡ് ആവില്ല, വെൽ നോട്ട് റിക്കവർ ആണ്. ഇനി പേഷ്യൻസ് ഓപ്പറേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ 100% ആൾക്ക് റിക്കവർഡ് ആവുമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം 60യുടെ 100%, 0.6 തന്നെയാണ്. 0.6% ആൾക്കാരും റിക്കവർഡ് ആവും. അതിൻ്റെ അർത്ഥം വിൽ നോട്ട് റിക്കവർ, വിത്തൗട്ട് ഓപ്പറേഷൻ ഉണ്ടായിരിക്കില്ല, 0 ആയിരിക്കും. ഇനി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഡിസിഷൻ നോഡ്സ് ഉണ്ട്, ചാൻസ് നോഡ് ഉണ്ട്, എൻ നോഡ് ഉണ്ട്. ഡിസിഷൻ നോഡ് എന്ന് പറഞ്ഞാൽ സ്ക്വയേഴ്സ് ആയിരിക്കും, ചാൻസ് നോഡ് എന്ന് പറഞ്ഞാൽ സർക്കിൾസ് ആയിരിക്കും, എൻ നോഡ് എന്ന് പറഞ്ഞാൽ അത് എൻ ചെയ്യുമ്പോൾ ട്രയാങ്കിൾസ് ആയിരിക്കും. ഓക്കെ, സോ ദിസ് എ കൺസ്ട്രക്ഷൻ. ദർ ഇസ് എ സ്ക്വയർ. സ്ക്വയർ ഈസ് റെപ്രസെന്റ് വാട്ട് ഇസ് എ സ്ക്വയർ? ഇത് ഡിസിഷൻ നോഡ്. ഒരു ഡിസിഷൻ എടുക്കാൻ പോകണം. ക്യാൻസർ ഉള്ളവർ, ക്യാൻസർ ഇല്ലാത്തവർ. നമുക്ക് പറഞ്ഞു ക്യാൻസർ ഉള്ളവർ, ക്യാൻസർ ഇല്ലാത്തവർ. ഈ ക്യാൻസർ ഉള്ളവർ നമ്മൾ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു, മീൻസ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാണ്ടിരിക്കുന്ന അല്ലെ, ഓപ്പറേഷൻ പെർഫോം നമ്മൾ പറഞ്ഞു ക്യാൻസർ ഉള്ള ഓപ്പറേഷൻ പെർഫോം ചെയ്തു, ഓപ്പറേഷൻ പെർഫോം ചെയ്തിരുന്നു. ദെൻ അപ്പോൾ അവിടെ നിന്ന് അഗെയിൻ എന്ത് വന്നു, നമുക്ക് ചാൻസ് നോഡ് വന്നു, റിക്കവർ ആവാനുള്ള ചാൻസ് വന്നു, മരിക്കാനുള്ള ചാൻസ്. വിൽ നോട്ട് റിക്കവർ ആൻഡ് റിക്കവർ. 0.7 0.3 അല്ലെ കൺസെപ്റ്റിനുള്ള എക്സ്പ്രസ് ചെയ്തു. 0.7 വരുന്ന സമയത്തുള്ള ചാൻസ് എത്രയായിരുന്നു? 0.7 വരുന്ന സമയത്ത് 0.28. 0.3 വരുമ്പോൾ നമുക്ക് നോക്കി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. 0.3 വരുമ്പോൾ 1.2, 0.3 1.2 നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. 0.7 0.3 ആയിരുന്നു. ഇനി ഓപ്പറേഷന്റെ കേസ്, ഇനി ഓപ്പറേഷൻ പെർഫോം ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡിസിഷൻ നോഡ് വന്നു. ദർ ഇസ് എ ചാൻസ് നോഡാണ്. ചാൻസ് എത്രയാണ്? റിക്കവർ ആവാൻ ഡൈ ചെയ്യാം. നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് 0.4 ആൻഡ് 0.26, 0.14 0.26 ആണ് കണ്ടുവച്ചിട്ടുണ്ട്. ഇനി ക്യാൻസർ ഇല്ലാതെ, നോ ക്യാൻസർ, ഇതേപോലെ സെയിം സിറ്റുവേഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു, നോ ഓപ്പറേഷൻസ് അല്ല, നമ്മളിവിടെ പെർഫോം പേഷ്യൻസ് നോട്ട് സഫറിംഗ് ഫ്രം ക്യാൻസർ. ഓപ്പറേഷൻ പെർഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, ഓപ്പറേഷൻ, നോ ഓപ്പറേഷൻ. ഓപ്പറേഷൻ പെർഫോം ചെയ്താൽ റിക്കവർ ആവാം, ഡൈ ചെയ്യാം. റിക്കവർ ആവാനുള്ള ചാൻസ് പറഞ്ഞിട്ടുണ്ട്. ഇസ് റിക്കവർ 0.12, റിക്കവർ 0.12 ആൻഡ് നോട്ട് റിക്കവർ 0.48. ഇനി അടുത്തത് പേഷ്യൻസ് വിൽ റിക്കവർ വിത്തൗട്ട് ഓപ്പറേഷൻ. വിത്തൗട്ട് ഓപ്പറേഷനിൽ 0.6 തന്നെയാണ്. വിത്തൗട്ട് ഓപ്പറേഷൻ വരുമ്പോൾ റിക്കവർ ആവുന്നത് 0.6. ദെൻ 100% ആൾക്കാരെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പോലും മരിക്കില്ല, ഇതിൻ്റെ അർത്ഥം 0 ആണ്. അപ്പോൾ ഈ ഒരു കൺസ്ട്രക്ഷനിലേക്കാണ് നമ്മൾ എത്തുന്നത്. അതായത് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് വരുമ്പോൾ ക്യാൻസർ ഉള്ളവർ, ക്യാൻസർ ഇല്ലാത്തവർ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സ്ക്വയർ വന്നു. സ്ക്വയറിൻ്റെ അർത്ഥം പറഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡിസിഷൻ നോഡാണ്. ഒരു ഡിസിഷൻ നോഡാണ് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത് പറയണത്. ഓക്കെ, ഇനി ആ ഡിസിഷൻ നോട്ട്സ് വെച്ചുകൊണ്ട് നമ്മൾ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാണ്. ഡിസിഷൻ നോട്ട്സ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെയും ഡിസിഷൻ, എന്ത് ഡിസിഷൻ എടുക്കണം? ക്യാൻസർ ഉള്ളവർ വന്ന് ക്യാൻസർ, ഇപ്പോൾ ഡിസിഷൻ തന്നെയാണ്. ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു, ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നില്ല. ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു, ഓപ്പറേഷൻ പെർഫോം ചെയ്തപ്പോൾ റിക്കവർ ആവുന്നു, മരിക്കുന്നു. ഇവിടെ ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ റിക്കവർ ആവുന്നു, ഓപ്പറേഷൻ പെർഫോം ചെയ്തില്ലെങ്കിൽ റിക്കവർ ആവുന്നു, മരിക്കുന്നു. ഇവിടെ ഓപ്പറേഷൻ ചെയ്യുന്നു, ഓപ്പറേഷൻ ചെയ്യുന്നില്ല. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ റിക്കവർ ആവുന്നു, മരിക്കുന്നു. ഓപ്പറേഷൻ ചെയ്യുന്നില്ലെങ്കിൽ റിക്കവർ ആവുന്നു, മരിക്കുന്നു. അപ്പോൾ ആ ഒരു പ്രോബിലിറ്റീസ് മുഴുവൻ നമ്മളിവിടെ ഓൾറെഡി കണ്ടുവച്ച് കഴിഞ്ഞു. കാരണം ഒക്കെ പ്രോബിലിറ്റീസ് ഒക്കെ എക്സ്പ്രസ്ഡ് ഇൻ 1 ആണ് പ്രോബിലിറ്റി മാക്സിമം പെർസെൻറ്റേജ് തന്നെയാണ് ഒക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ആണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കേണ്ടത്. അപ്പോൾ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എല്ലാം പെർസെൻറ്റേജിലാണ്. അപ്പോൾ അതുകൊണ്ട് ചാൻസുകളെല്ലാം നമ്മൾ പെർസെൻറ്റേജിലാണ്, പോയിന്റുകളിലാണ് ഒക്കെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരിക്കും. എല്ലാം പെർസെൻറ്റേജ് വൈസ് നമ്മൾ എക്സ്പ്രസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിലുണ്ട് കൺസ്ട്രക്ട് ഡിസിഷൻ ട്രീ കൺസ്ട്രക്ട്. വാട്ട് ഡിസിഷൻ ഷുഡ് ഡോക്ടർ ടേക്കൺ? എന്ത് ഡിസിഷൻ എടുക്കും? അപ്പോൾ നോക്കി ഇങ്ങനെ കാണാൻ സാധിക്കും. ഇതാണ് നമ്മൾ പ്രോബിലിറ്റി ഐഡന്റിഫൈ ചെയ്തു. ഇനി പ്രോബിലിറ്റി ദാറ്റ് പേഷ്യൻസ് വിൽ റിക്കവർ ആഫ്റ്റർ ദ ഓപ്പറേഷൻസ് അല്ലേ. ഇനി എത്ര ആൾക്കാർ റിക്കവേർഡ് ആവും ഓപ്പറേഷൻ പ്രകാരം? ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര പെർസെന്റ് ആൾക്ക് റിക്കവേർഡ് ആവും? അത് ക്യാൻസർ സഫർ ചെയ്യുന്നവരുണ്ടായിരിക്കും, നോട്ട് സഫറിങ് ക്യാൻസർ ഉണ്ടായിരിക്കും. അപ്പോൾ റിക്കവറിങ് പെർസെൻറ്റേജ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സഫറിങ് ഫ്രം ക്യാൻസർ ആൻഡ് നോട്ട് സഫറിങ് ഫ്രം ക്യാൻസർ രണ്ടും കൂടി എത്ര പേർക്ക് റിക്കവേർഡ് ആവും? പ്രോബിലിറ്റി ഓഫ് ദ പേഷ്യൻസ് റിക്കവർ. അപ്പോൾ നമുക്ക് ക്യാൻസർ ഉള്ള സിറ്റുവേഷനിൽ പേഷ്യൻസ് സഫറിങ് ഫ്രം ക്യാൻസർ എത്ര ആൾക്കാർ റിക്കവർ ആവും നോക്കും. പ്രോബിലിറ്റി ഓഫ് ദാറ്റ് പേഷ്യൻസ് വിൽ റിക്കവർ. ഓക്കെ, ലിസൺ. പേഷ്യൻസ് വിൽ റിക്കവർ ആഫ്റ്റർ ഓപ്പറേഷൻസ്. പ്രോബിലിറ്റി ഓഫ് ദ പേഷ്യൻ വിൽ ആ ഓപ്പറേഷൻ മുഖേന എത്ര പേര് റിക്കവർ ആവുന്നുണ്ട്? ക്യാൻസർ ഉള്ളവരിലും ക്യാൻസർ ഇല്ലാത്തവരിലും എത്ര ആൾക്കാർ റിക്കവർ ആവുന്നുണ്ട് ആഫ്റ്റർ ഓപ്പറേഷൻ? ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാൻസർ ഉള്ള സിറ്റുവേഷൻ നോക്കും. ക്യാൻസർ ഉള്ള സിറ്റുവേഷനിൽ
റിക്കവർ എത്ര ആൾക്കാർ റിക്കവർ ആവും ദ പ്രോബിലിറ്റി പേഷ്യൻസ് വിൽ റിക്കവർ ആഫ്റ്റർ ദ സീരിയസ് ഓപ്പറേഷൻ 0.28 ആണ്. ഇവിടെ 0.28 ആണ് റിക്കവർ ആഫ്റ്റർ ദ ഓപ്പറേഷൻ. ഇനി ഇവിടെ റിക്കവർ വിത്ത് സീരിയസ് ഓപ്പറേഷൻ 0.12 ആണ്. അപ്പോൾ നമുക്കറിയാൻ പറ്റും 0.28 പ്ലസ് 0.12 ദാറ്റ് മീൻസ് 0.4 രണ്ടും കൂടി കൂട്ടി 4% ആൾക്കാരെ റിക്കവർഡ് ആവുന്നുള്ളൂ. പ്രോബിലിറ്റി ദ പേഷ്യൻസ് വിൽ റിക്കവർ ആഫ്റ്റർ സീരിയസ് ഓപ്പറേഷൻ 0.28. probability the patients will recover serious operations 0.2. that means സഫറിങ്ങും നോൺ സഫറിങ്ങും കൂടി കമ്പയർ ചെയ്യണം. അപ്പോൾ 40% ആൾക്കാരാണ്. പ്രോബിലിറ്റി ദ പേഷ്യൻസ് വിൽ റിക്കവർ വിത്തൗട്ട് ഓപ്പറേഷൻ റിക്കവർഡ് ആവുന്നവർ. അപ്പോൾ ഇവിടെ സഫറിങ് ഫ്രം ക്യാൻസർ ദ പ്രോബിലിറ്റി ദ പേഷ്യൻസ് വിൽ റിക്കവർ വിത്തൗട്ട് ഓപ്പറേഷൻ 0.14 ഉണ്ട്. 0.14. ഇനി ക്യാൻസർ ഇല്ലാത്തതിൽ ദ പ്രോബിലിറ്റി പേഷ്യൻസ് വിൽ റിക്കവർ വിത്തൗട്ട് ഓപ്പറേഷൻ 0.6. അപ്പോൾ 0.6ഉം 0.4ഉം ഓക്കെ. സോ 0.6ഉം 0.4 ഇസ് 0.74. അതിൻ്റെ അർത്ഥം പ്രോബിലിറ്റി ദ പേഷ്യൻസ് വിൽ റിക്കവർ വിത്ത് സീരിയസ് ഓപ്പറേഷൻ 0.14 ആണ്. പ്ലസ് പ്രോബിലിറ്റി ഓഫ് ദ പേഷ്യൻസ് വിൽ റിക്കവർ വിത്തൗട്ട് സീരിയസ് ഓപ്പറേഷൻ ആൻഡ് വിത്തൗട്ട് ഓപ്പറേഷൻ 0.6ഉം 0.14ഉം 0.74. അപ്പോൾ അതിൻ്റെ അർത്ഥം ഓപ്പറേഷൻ ചെയ്യാണ്ട് റിക്കവർ ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ഇവിടെ പേഷ്യൻസ് വിൽ റിക്കവർ ആഫ്റ്റർ ദ ഓപ്പറേഷൻ ഓൺലി 40%. പ്രോബിലിറ്റി ദാറ്റ് പേഷ്യൻസ് വിൽ റിക്കവർ വിത്തൗട്ട് ഓപ്പറേഷൻ 74%, 0.74. ദാറ്റ് മീൻസ് 0.74 is greater than 0.40. The probability that patient will recover without operation is greater than probability that patient recover after the operations. That means operation ചെയ്യാണ്ട് വിൽ റിക്കവർ വിത്തൗട്ട് ഓപ്പറേഷൻ ഏറ്റവും കൂടുതൽ, അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്ക് റിക്കവർ വരുന്നുണ്ട്. ദാറ്റ് മീൻസ് therefore doctor should not take the decision for the operation for the patient. അതിന്റെ അർത്ഥം ഒരിക്കലും ഒരു ഡോക്ടർ എന്താണ് ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ ഡിസിഷൻ എടുക്കേണ്ടതായിട്ടില്ല. therefore the doctor should not take a decision for operation to the patient. ഒരിക്കലും ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഓക്കെ. So this example regarding the decision tree analysis. Once again ഒരു ഹോസ്പിറ്റലിൽ പേഷ്യൻസ് വരുന്നു. അതിൽ 40% ആൾക്കാർ ക്യാൻസർ ഉള്ളൂ, 60% ആൾക്കാർ ക്യാൻസർ ഇല്ലാത്തവരാണ്. അപ്പോൾ ക്യാൻസർ ഉള്ളവർ നമ്മൾ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു, ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നില്ല. ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന അവർക്ക് എന്തൊക്കെ സംഭവിക്കും? ഓപ്പറേഷൻ പെർഫോം ചെയ്യുകയാണെങ്കിൽ 70% ആൾക്ക് റിക്കവർ ആവും. സോ ദാറ്റ് മീൻസ് 2.28. ഇനി 30% ആൾക്കാർ അപ്പോൾ റിക്കവർ ആവില്ല. എന്നാൽ ഓപ്പറേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്? ഓട്ടോമാറ്റിക്കലി 35% ആൾക്കാർ റിക്കവർ. ദാറ്റ് മീൻസ് വിൽ നോട്ട് റിക്കവർ 65% ആണ്. അതാണ് ക്യാൻസർ ഉള്ള സിറ്റുവേഷൻസ്. ഇനി പേഷ്യൻസ് നോട്ട് സഫറിങ് ഫ്രം ക്യാൻസർ ഇല്ലാത്തവരാണ് നിങ്ങൾ ഓപ്പറേഷൻ പെർഫോം 20% ആൾക്കാർ റിക്കവർ ആവും ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ. വിൽ നോട്ട് റിക്കവർ വിത്ത് സീരിയസ് ഓപ്പറേഷൻസ്. അതിൻ്റെ 20 അപ്പോൾ അതിൻ്റെ അടുത്ത് 80% ആണ്. 20% ആൾക്കാരും റിക്കവർ ആണെങ്കിൽ 80% ആൾക്കാർ റിക്കവർ ആവുന്നില്ല. ദ പ്രോബ്ലം വിത്ത് പേഷ്യൻസ് വിൽ റിക്കവർ വിത്തൗട്ട് ഓപ്പറേഷൻ കൂടാണ്ട് റിക്കവർ ആക്കുന്നവർ ഇവിടെ 0.6 ആണ്. അതിൻ്റെ അർത്ഥം 100% ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ. ദെൻ അതിൻ്റെ അർത്ഥം വിൽ നോട്ട് റിക്കവർ ഉണ്ടായിരിക്കുക, വിൽ നോട്ട് റിക്കവർ ഓപ്പറേഷൻ ഇല്ല. ദ പേഷ്യൻറ്റ് വിൽ റിക്കവർ വിത്തൗട്ട് ഓപ്പറേഷൻ, ദ പേഷ്യൻസ് വിൽ നോട്ട് റിക്കവർ വിത്തൗട്ട് ഓപ്പറേഷൻ അവിടെ ഒരിക്കലും ഉണ്ടാവില്ല. ഓക്കെ. ഇനി അത് നമ്മൾ ഡിസിഷൻ ട്രീ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാണ്. അപ്പോൾ ക്യാൻസർ ഉള്ളവർ, ക്യാൻസർ ഇല്ലാത്തവർ, ക്യാൻസർ ഉള്ളവർ നമ്മൾ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു, ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ മരിക്കുന്നവരും റിക്കവർ ആവുന്നവരും മരിക്കുന്നവരും, ഓപ്പറേഷൻ പെർഫോം ചെയ്യാണ്ട് റിക്കവർ ആവുന്നവരും മരിക്കുന്നവരും. ദെൻ ഇവിടെ അതുപോലെ തന്നെ ചാൻസ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു, ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നില്ല. ഓപ്പറേഷൻ പെർഫോം മരിക്കുന്നവർ, റിക്കവർ ആവുന്നവർ മരിക്കുന്നവരും, ഇനി ഓപ്പറേഷൻ ചെയ്യാത്തതിൽ റിക്കവർ ആവുന്നവർ മരിക്കുന്നവരും. അത് നമ്മൾ പ്രോബബിലിറ്റി വൈസ് കൺസ്ട്രക്ട് ചെയ്യുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ടേക്ക് ദ ഡിസിഷൻസ്. കാരണം പ്രോബബിലിറ്റി ആഫ്റ്റർ ഓപ്പറേഷൻ മുഖേന എത്ര പേർ റിക്കവർ ആവും, മീൻസ് റിക്കവർ ആയിട്ടുണ്ട്. അപ്പോൾ അത് ക്യാൻസർ ഉള്ളവരും ആൻഡ് ക്യാൻസർ ഇല്ലാത്തവരും കൂട്ടുമ്പോൾ 0.4% ആണ്. ഇനി പേഷ്യൻസ് വിൽ റിക്കവർ വിത്തൗട്ട് ഓപ്പറേഷൻസ് ക്യാൻസർ ഉള്ളവരും ക്യാൻസർ ഇല്ലാത്തവരും അത് 0.74% ആണ്. ദാറ്റ് മീൻസ് 0.74 is greater than 0.40. That probability patients will recover without operation is greater than probability that the patients recover after the operation. Therefore the doctor should not take a decision for operation to the patient. അതുകൊണ്ട് ഒരിക്കലും ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണം എന്നൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ അർത്ഥമില്ല എന്നാണ് നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. ദിസ് ഇസ് an example regarding the decision tree analysis. Okay, let me conclude. The first we discuss what is the decision tree. The decision tree is like a decision support tool that use a tree like a graph or model
of decision and their possible consequences, including chance, event, outcomes, resource, cost, and utility. The chain is known as the decision tree analysis. That means we are using the algorithm and a tree for the constructing for the decisions. And there is a schematic tree-shaped diagram used to determine the course of action, show the statistical probability. The term is known as the decision tree analysis. And basically, three nodes: there's a decision nodes, chance node, and end node. The decision nodes by the squares, decision nodes and expressive squares, and chance nodes represented circle, and nodes by the triangles. Triangles to an expressive. This is an example. There is the decision node, and there is a chance node, and the last one is the triangle, that is the end node. Okay, and after that is an example. There is an example regarding the decision tree analysis, cancer ullorum and cancer illatorum. And after that, just identify the percentage of probabilities for the different situations, the patient suffering from cancer and patients not suffering from the cancer. And finally, take the constructing the diagram. This is a diagram construction. This is constructing the diagram. There is cancer, no cancer, operation, performing, no operation, recovering and die, and the percentage wise probability. Okay, and after that we take the decision. The probability the patients will recover after the operations. In both situations, the cancer and no cancer, the probability patient will recover without operation, both situations, cancer and not suffering cancer. And the decision is the probability that patients will recover without operation is greater than probability that patients will recover after the operation. Will recover without operation is greater than probability that patients recover after the operation. Therefore, the doctor should not take a decision for operation to the patient. This is an example regarding the decision tree analysis. Listen, the decision tree analysis is one of the important tool used for the decision, and basically three nodes important. There is the decision nodes and the end nodes, and all of the important nodes are relating with the decision tree analysis. You just construct a tree and take the effective decision with help of the decision tree. Okay, this analysis is known as the decision tree analysis. Okay, anyway, thank you so much, and thank you for watching me.